തിരുവനന്തപുരം പേയാട് സ്വദേശിയാണ് ദില്ലിയിൽ മരിച്ച നെവിൻ ഡാൽവിൻ. അമ്മയുടെ ജോലി ആവശ്യാർത്ഥം കൊച്ചിയിലാണ് ഇപ്പോൾ കുടുംബം താമസിക്കുന്നത്. സംസ്കാര ചടങ്ങ് തിരുവനന്തപുരത്ത് നടത്താനാണ് ബന്ധുക്കളുടെ ആലോചന. പഠനാവശ്യാർത്ഥം നാളുകളായി കേരളത്തിന് പുറത്താണ് നെവിൻ ഡാൽവിൻ. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റത്തെ ഈ ലാൻസ് വില്ലയിലേക്ക് പലപ്പോഴും അപ്രതീക്ഷിതമായാണ് നെവിൻ വന്നു മടങ്ങാറ്. അവിടേക്കിന്ന് നെവിൻ്റെ വിയോഗ വാർത്തയെത്തിയതും തികച്ചും അപ്രതീക്ഷിതമായി തന്നെ. തിരുവനന്തപുരം സ്വദേശിയായതുകൊണ്ടും പഠനാവശ്യാർത്ഥം കൂടുതൽ സമയവും കേരളത്തിന് പുറത്തായതുകൊണ്ടും എറണാകുളത്ത് അധികം ബന്ധുക്കളോ പരിചയക്കാരോ ഇല്ല. JNUവിൽ PhD വിദ്യാർത്ഥിയായ നെവിൻ ആഴ്ചയിൽ 2 ദിവസം പാർട്ട് ടൈമായാണ് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയിരുന്നത്. സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ സഹോദരിയും സിവിൽ സർവീസിനുള്ള തയ്യാറെടുപ്പിലാണ്. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രൊഫസറാണ് അമ്മ. ജോലി സൗകര്യം കണക്കിലെടുത്താണ് കുടുംബം ഇവിടെ താമസം തുടങ്ങിയത്. അച്ഛൻ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഇരുവരും പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയതായിരുന്നു ഇന്നു രാവിലെ. പ്രാർത്ഥനാ ചടങ്ങിനിടെയാണ് മകന്റെ വിയോഗ വാർത്ത ഇവരെ തേടിയെത്തിയത്. നെവിൻ്റെ അമ്മാവൻ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് ബോഡി നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നെവിൻ്റെ അമ്മയുടെ സഹോദരൻ ഡൽഹിക്ക് ഇന്ന് വൈകിട്ട് 3:30 ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നുണ്ട്. അങ്കിൾ അവിടെ ചെന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. തുടർന്ന് ബോഡി കൊണ്ടുവരാനായിട്ടുള്ള ക്രമീകരണം വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്ത് നടത്താനാണ് കുടുംബത്തിന്റെ ആലോചന. അതുകൊണ്ട് തന്നെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കാൻ സാധ്യതയില്ല. ഇക്കാര്യങ്ങളിൽ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും കുടുംബം അന്തിമ തീരുമാനം കൈക്കൊള്ളുക. റിപ്പോർട്ടർ, കൊച്ചി.